ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യഗണങ്ങളുമായി പുഴയുടെ തീരത്തുകൂടെ നടക്കുമ്പോൾ രണ്ട് തടാകങ്ങൾ കാണുകയും അതിലൊരു തടാകം കെട്ടിക്കിടക്കുകയും മറ്റേ അരുവി അതിസ്പീഡോടുകൂടി അവിടുന്ന് പൊട്ടിയ പാറക്കെട്ടിലൂടെ ഒഴുകുന്നതായി കാണുകയും ചെയ്തു. ആ നിമിഷം ഇത് കണ്ട് ബഹുമാനപ്പെട്ടവർ ആ ശിഷ്യനോട് ചോദിക്കും, എൻ്റെ കുഞ്ഞുമകനെ, ഇതിനെക്കുറിച്ച് നിനക്കൊന്ന് വിവരിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ശിഷ്യൻ പറയുകയാണ്, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ടല്ലോ, അതാർക്കും ഒരു ഉപകാരമോ ഇല്ല. കാരണം അത് മലിനമായിപ്പോയി. മറിച്ച് ആ ഒഴുകുന്ന വെള്ളം ശുദ്ധജലമാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തും ശുദ്ധീകരിച്ച് എന്ന പോലെയാണ് മനുഷ്യൻ്റെ അറിവും. ഒരിടത്ത് വിജ്ഞാനത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ മറ്റൊന്നും നമുക്ക് പഠിക്കാൻ കഴിയുകയില്ലെന്നും നാം യാത്ര ചെയ്താൽ പലതും പഠിക്കാൻ കഴിയുമെന്നുമാണ് ഈ വിവരിച്ചു കൊടുക്കുന്നത് ഇമാം ഷാഫി. ഇമാം റളിയല്ലാഹു അൻഹു, മകനെ, നീ പറഞ്ഞത് ശരിയാണ്. നാം ഒരിടത്ത് തന്നെ ഒതുങ്ങി നിന്നാൽ അത് മലിനമായി പോകും. മറിച്ച് നാം യാത്രകൾ ചെയ്ത് ഓരോ അറിവുകളും പഠിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നീ പകർന്നു കൊടുക്കുവാൻ ആണ് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്.